മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ സ്വർഗം വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് കൂടെയായിരിക്കുന്ന ആ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ കുർബാനയിൽ തിരുസക്രാരിയിൽ എഴുന്നള്ളിയിരുന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യേശു, പരിശുദ്ധിയുടെ ഉറവിടമായ ഈ തിരുവൾത്താരയിൽ നമ്മെയും നോക്കി നമ്മെ ആശീർവദിച്ച് നമ്മെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുന്ന യേശു, ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമുക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് സ്തുതികൾ അർപ്പിക്കുന്ന സുന്ദരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. സൃഷ്ടാവിൻ്റെ മുമ്പിലുള്ള സൃഷ്ടിയുടെ ഹൃദയാർച്ചനയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുക എന്നത്. സൃഷ്ടപ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഒന്നു ചേർന്ന് സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മഹനീയ നിമിഷത്തിൽ ഒരിക്കൽ കൂടെ ഭക്തിയോടുകൂടെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമുക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ആ ആ ആമേൻ. ആ ആ ആമേൻ. ആ ആ ആമേൻ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ഈ വിശുദ്ധ വചനത്തിൻ്റെ സത്യയെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സ്വസ്ഥരായി ശാന്തരായി നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മോട് കാണിച്ചിട്ടുള്ള ആ മഹനീയ സ്നേഹത്തിന്, അതുല്യമായ ആ സ്നേഹത്തിന് പരിധിയില്ലാതെ നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് സ്വസ്ഥതയോടുകൂടെ ആയിരിക്കാം. പാപികളും ബലഹീനരുമായിരിക്കെ ദൈവസ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തി നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ജീവിത നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. വലിയ സ്നേഹമായി നമ്മുടെ മുമ്പിൽ സമീപസ്ഥനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ അരികിലേക്ക് വലിയ സ്നേഹത്തോടെ ദാഹത്തോടെ നമുക്ക് ക്ഷണിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണീശോയെ, സ്വർഗത്തിലെ മാലാഖഗണങ്ങളോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഒന്നു ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ വിവിധ കുടുംബങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ദാഹത്തോടെ പ്രാർത്ഥനയോടെ പങ്കുചേരുന്ന തലശ്ശേരി അതിരൂപതയിലെ എല്ലാ അമ്മമാരോടും ചേർന്ന്, കുടുംബാംഗങ്ങളോട് ചേർന്ന് നമ്മുടെ ജീവന്റെ നാഥനായ, നമ്മുടെ ശ്വാസത്തിൻ്റെ താളമായ പരിശുദ്ധനായ ദൈവത്തെ ഉച്ചത്തിൽ നമുക്ക് സ്തുതിച്ചു മഹത്വപ്പെടുത്താം. പരിശുദ്ധ കുർബാനയിൽ
എഴുന്നള്ളി വസിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരണീശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയോടുകൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളെല്ലാം ജീവിതത്തിൽ അത്രമേൽ സുന്ദരമായ നിമിഷങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടൊപ്പമായിരിക്കുന്ന നിമിഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ശക്തിയും അങ്ങയുടെ കൃപയും അങ്ങയുടെ അനുഗ്രഹവും ചൊരിയുന്ന മഹനീയ നിമിഷം. അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന സമയമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അതുല്യമായ സമയം. ഞങ്ങളുടെ ജീവന്റെ തന്നെ കാരണമായ, ഞങ്ങളുടെ ഹൃദയ മിടിപ്പിന്റെ താളമായ അങ്ങയെ സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഈ നിമിഷം ആരാധിച്ച് പാടി മഹത്വപ്പെടുത്താം. ജീവന്റെ കാരണമേ, അങ്ങേ ആരാധിക്കുന്നു. ഓരോ ശ്വാസത്തിലും അങ്ങേ ആരാധിക്കുന്നു. ഹൃദയമിടിപ്പുകളിൽ അങ്ങേ ആരാധിക്കുന്നു. ജീവിതം തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മ മറിയമൊപ്പം അങ്ങേ ആരാധിക്കുന്നു. യേശുപിതാവിനൊപ്പം അങ്ങേ ആരാധിക്കുന്നു. കാവൽ മാലാഖയൊപ്പം അങ്ങേ ആരാധിക്കുന്നു. സകല വിശുദ്ധരൊപ്പം അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദുഃഖങ്ങൾ തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ആകുലം തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. വേദന തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കുറവുകൾ തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. രോഗത്തിൻ വേദനയിൽ അങ്ങേ ആരാധിക്കുന്നു. സങ്കടം തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കഷ്ടത തന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഒറ്റപ്പെടൽ തന്ന് അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു.
നന്ദി നിറഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഉള്ളു നിറഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. എല്ലാം തരുന്നതിന് അങ്ങേ ആരാധിക്കുന്നു. പോറ്റുന്ന കൈകളോർത്ത് അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അനുതാപത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിഹാരം ചെയ്തുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഒത്തിരി താഴ്മയോടെ അങ്ങേ ആരാധിക്കുന്നു. ഒത്തിരി സ്നേഹമോടെ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിത്യസ്തുതിക്കർഹനേ അങ്ങേ ആരാധിക്കുന്നു. പരമകാരുണ്യമേ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനായവനേ അങ്ങേ ആരാധിക്കുന്നു. ആദിയുമന്ത്യവുമേ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധിയോടെ, സന്തോഷത്തോടെ, എളിമയോടെ അങ്ങയുടെ സന്നിധിയിൽ ആരാധനാ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സർവവും മറന്ന് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് ഞങ്ങളുമായിരിക്കുകയാണ്. സകല സ്തുതികൾക്കും അർഹനായ, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരമദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ഹൃദയവേദനകളെയും ഞങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷത്തെയും ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെയും നിരാശയെയും ജീവിത ദുഃഖങ്ങളെയും കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങളെയും പഠന മേഖലയിൽ ജോലി മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളെയും സാമ്പത്തികമായ എല്ലാ തകർച്ചകളെയും ദൈവമേ അങ്ങയോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. സർവസമ്പത്തിൻ്റെയും ഉടയവനായ ദൈവമേ, ഈ നിമിഷം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദമുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ അനുഗ്രഹമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സർവസമ്പത്തുമുള്ളത് അങ്ങയുടെ സന്നിധിയിൽ മാത്രമാണ്. ഒരിക്കൽ കൂടി
സർവസമ്പന്നനായ സകലത്തിൻ്റെയും ദാതാവായ സർവവസ്തുക്കളുടെയും ഉടയവനായ അവിടുത്തെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മനമുയർത്തിക്കൊണ്ട് ആ മാലാഖ ഗണങ്ങളോട് ചേർന്ന് സ്വർഗനിവാസികളോട് ചേർന്ന് നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യമെന്ന മഹാ അത്ഭുതം നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു അനുസ്മരണമാണ്. ഇന്നലെ മുളച്ച് ഇന്ന് വിടർന്ന് നാളെ കൊഴിയുന്ന പൂവും ജനന മരണത്തിന് സാക്ഷിയാകുന്ന മനുഷ്യനും ഒരു കാര്യം മാത്രമാണ് അനുസ്മരിക്കുന്നത്: സർവത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ, സർവവസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവത്തെ. ഇന്നലെയും ഇന്നും നാളെയും വരും നാളുകളിലും ജീവിക്കുന്നവൻ ഒരുവൻ മാത്രം. അത് നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ മാത്രം. ആ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ലോകം മുഴുവനെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിത നിയോഗങ്ങളെ, ജീവിതത്തിന്റെ തകർച്ചകളെ, ജീവിതത്തിന്റെ ദുഃഖങ്ങളെ ദൈവതിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. സർവം അറിയുന്ന, സർവവും കാണുന്ന, സകലത്തിൻ്റെയും ഉടയവനായവൻ ദിവ്യകാരുണ്യീശോയെ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. സൂര്യനേക്കാൾ ശോഭയുള്ളവനായി, കാരുണ്യത്തിൻ്റെ കലവറയായി, അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി അവിടുന്ന് ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ വാണരുളുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദിവ്യകാരുണ്യം അനുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് മാത്രമാണ്: ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഇന്നും നമ്മോട് കൂടെ വസിക്കുന്ന ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായി തീരാൻ, നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരാൻ, നമ്മോട് കൂടെ വസിക്കാൻ, നമ്മളിൽ ഒരാളായി മാറാൻ, അപ്പമായി അപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് വിശുദ്ധ കുർബാനയായി ഈ ദിവ്യസക്രാരിയിൽ വാണരുളുന്നു. കൂടെയായിരിക്കാൻ, ഒപ്പമായിരിക്കാൻ വിശുദ്ധ കുർബാനയായി തീർന്ന ദിവ്യകാരുണ്യ ഈശോയെ, സൗഖ്യമായി, കരുതലായി,
ഞങ്ങളെ വഴി നടത്തുന്ന ആ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉറപ്പിക്കാം. ഈശോയെ നോക്കിയിരുന്നു കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ പഠന മേഖലകളെ, എൻ്റെ ജോലി മേഖലകളെ, എൻ്റെ കൃഷിഭൂമിയെ, സാമ്പത്തികമായ ഞങ്ങളുടെ തകർച്ചകളെ, ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപീഠകളെ ഈശോയെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കൂടെ വസിക്കണമേ ഈശോയെ. അങ്ങ് ഞങ്ങളെ വിട്ടു പിരിയാതെ ഞങ്ങളോടൊപ്പമായിരിക്കണമേ, ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരുന്ന് ആ ദിവ്യകാരുണ്യ സ്നേഹത്തെ നമുക്ക് പാടി ആരാധിക്കാം. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടവേണം നിന്റെ സ്നേഹബലം. കാണാൻ കൊതിച്ചെന്ന കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലും തേടി വരും. കാണാൻ കൊതിച്ചെന്ന കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലും തേടി വരും. തേടി വന്നിടിലോ തോളിലേറ്റും, തോളിലെടുത്തവൻ ഉമ്മ നൽകും. തേടി വന്നിടിലോ തോളിലേറ്റും, തോളിലെടുത്തവൻ ഉമ്മ നൽകും. ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാപിയെന്നോർക്കാതെ ഉള്ളിൽ വരും. പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാപിയെന്നോർക്കാതെ ഉള്ളിൽ വരും. വീണുപോയിടിലോ വീണ്ടെടുക്കും, വീണ്ടെടുത്തവൻ എന്നെ സ്വന്തമാക്കും. വീണുപോയിടിലോ വീണ്ടെടുക്കും, വീണ്ടെടുത്തവൻ എന്നെ സ്വന്തമാക്കും.
തമ്പുരാൻ മറക്കാതെ നമ്മളെ ഓരോരുത്തരെയും കരുതുന്ന, സ്നേഹിക്കുന്ന ആ ദിവ്യകാരുണ്യത്തെ ഹൃദയത്തിൽ നമുക്ക് സ്നേഹിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആയിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ. നമ്മുടെ ജീവിത നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ നിമിഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, 2023 മുതൽ 25 വരെയുള്ള വർഷം കേരള സഭാ നവീകരണ വർഷങ്ങളായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു വർഷം തലശ്ശേരി അതിരൂപതയിൽ ദിവ്യകാരുണ്യ വർഷമായിട്ട് പ്രത്യേകമായി ആചരിക്കുകയാണ്. ഈ വർഷത്തിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന ഈശോ നമുക്ക് തന്ന സമ്മാനമാണ്. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനെയും തിരുസഭയെയും പരിശുദ്ധ അമ്മയെയും ദാനമായി നൽകിയതും ഈ അവസരത്തെ ഓർക്കുകയാണ്. ദിവ്യകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവായ ഈശോയുടെ സ്നേഹം ഏറ്റവും അധികം പ്രകടമായത് ദിവ്യകാരുണ്യം അവിടുന്ന് സ്ഥാപിച്ചപ്പോഴാണ്. അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് പിറന്നത് എമ്മാനുവേലായിട്ടാണ്, ദൈവം നമ്മുടെ കൂടെയുള്ളവൻ. അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാചകവും അത് തന്നെയാണല്ലോ, ഇതാ ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഈശോയ്ക്ക് എങ്ങനെ കടന്നു വരാൻ പറ്റുക? നമ്മുടെ കൂടെ ആയിരിക്കുവാൻ അവിടുത്തേക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കടന്നു വരണമെങ്കിലോ അതിനവിടുന്ന് കണ്ടുപിടിച്ച വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായിരുന്ന ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവിടുത്തെ മനുഷ്യാവതാരം, ഇൻകാർണേഷൻ, ക്രിസ്മസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അതൊരു അത്ഭുതമായിരുന്നു. ദൈവമായിരുന്ന അവിടുന്ന് തൻ്റെ ദൈവികത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി ഗൗനിക്കാതെ മനുഷ്യരൂപം സ്വീകരിച്ച് കടന്നു വന്നു. വിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാന അതിലും വലിയ അത്ഭുതമാണ്. തൻ്റെ മനുഷ്യ പ്രകൃതിയും മനുഷ്യ ഛായയും തന്നെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ട് അപ്പമായി, വീഞ്ഞായി, ഭക്ഷണപാനീയമായി നമ്മൾ ഈ കടന്നു വരാൻ അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവിടത്തേക്ക് നമ്മൾ കടന്നു വരാനുള്ള മാർഗം അതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുന്നതോടൊപ്പം നമ്മളോടൊപ്പമായിരിക്കുവാൻ. അത് വലിയ ഒരു അത്ഭുതമാണ്. നമ്മൾ കുർബാന സ്വീകരിക്കുന്ന അവസ്ഥയൊക്കെ പാട്ട് പാടാറുണ്ട്, ഇത്ര ചെറുതാകാൻ എത്ര വലുതാകണം. കർത്താവിൻ്റെ വലിയ സ്നേഹം ചെറിയ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാക്ഷ്യത്തിൽ നമ്മുടെ ഇടയിൽ വന്ന് ജനിച്ച് പിറന്നത്, അതാണ് വിശുദ്ധ കുർബാന. ഇപ്പോൾ കുർബാനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വിശുദ്ധ കുർബാന മുമ്പിൽ ആരാധിക്കാനൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒന്നാമത്തെ ചിന്ത, എൻ്റെ ദൈവം കർത്താവായ ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് എനിക്ക് ശക്തി പകരുവാൻ, എന്നെ ആസ്വദിക്കുവാൻ അവിടുന്ന് കണ്ടുപിടിച്ച വലിയ മാർഗം. ഈ മാർഗത്തെ ഓർത്ത് നമുക്ക് തമ്പുരാന് നന്ദി പറയാം. വിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുമ്പോഴുള്ള രണ്ടാമത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സ് വരുന്നത്, വിശുദ്ധ കുർബാനയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തോട് പറയും, സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ആ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ഈ ഭൗതിക ശരീരത്തോട് നമ്മളെ ഒന്നിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. 1 കൊരിന്തോസ് 10-ാമത്തെ അധ്യായത്തിലെ 16-17 വചനങ്ങളിൽ പ്രകാരം പറയുകയാണ്, നമ്മൾ പലരാണെങ്കിലും ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുചേരുന്നതുകൊണ്ട് നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവമായി തീരുന്നു. നമ്മൾ പങ്കുചേരുന്ന അപ്പം ഈശോയുടെ ശരീരവും രക്തവുമാണ്. നമ്മൾ വിവിധ ഭവനങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു, പക്ഷെ നമ്മളിലേക്കെല്ലാം കടന്നു വരുന്ന ഒരേ ഒരു ഈശോ അപ്പത്തിൻ്റെ സാദൃശ്യത്തിലാണ്. ഈ വിശുദ്ധ കുർബാന, ഈ ഈശോയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ സ്നേഹവും യോജിപ്പും ഐക്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനമായ ഒരു കാരണം നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഈശോയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്, ഒന്നിപ്പിക്കുന്നത്. നമ്മുടെ സന്യാസ സമൂഹങ്ങളായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അംഗങ്ങളാക്കി നമ്മൾ തീർക്കുന്നത്, സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു സമൂഹമാക്കി നമ്മളെ മാറ്റുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മുടെ ഇടവകയിലോ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സ്നേഹവും ഐക്യവും ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്
ആ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ വീഴ്ചകൾ വരാറുണ്ടോ നമുക്ക്? കുർബാന അർഹിക്കുന്ന വേണ്ടത്ര ഭക്തിയില്ലാതെ ആദരവില്ലാതെ അർപ്പിക്കുന്നതുകൊണ്ടോ പങ്കുചേരുന്നതുകൊണ്ടോ ആയിരിക്കാം. അപ്പോൾ ആ സ്നേഹത്തോടും ഐക്യത്തോടും കൂടിയ ആ കുർബാനയിൽ ഐക്യമുള്ളൊരു മനസ്സോടുകൂടിയാണ് പങ്കെടുക്കാനായിട്ട്. വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണെന്ന് കാര്യം ഓർക്കാം. ഈ കുർബാന നമ്മൾ വേണ്ടത്ര ഒരുങ്ങി അതിൽ പങ്കെടുക്കുകയും ഈശോയെ സ്വീകരിക്കുന്ന വഴിയായിട്ട് നമ്മളിൽ ഈശോ ഉണ്ടെന്ന് മാത്രമല്ല മറ്റുള്ളവരിലും ഈശോ ഉണ്ടെന്നുള്ള അവബോധത്തേക്ക് വരാൻ സാധിക്കും. മറ്റുള്ളവരിൽ ഈശോ ഉള്ളപ്പോൾ നമ്മൾ അവരെ എത്രയോ ആദരിക്കേണ്ടവരാണ്. ഈ പരസ്പര സ്നേഹവും ആദരവുമാണ് നമ്മുടെ ഒരു ജനതയാക്കി തീർക്കുന്നത്. മൂന്നാമത്തെ ഒരു ചിന്ത ജോൺ പോൾ മാർപ്പാപ്പ നമുക്ക് നൽകുന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാനയും സഭയും എന്നുള്ള ജോൺ പോൾ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറപ്പിക്കുന്ന കൂദാശ വിശുദ്ധ കുർബാനയാണ്. ഈശോയെ തിരിച്ചറിയുവാൻ നമ്മൾ സഹായിക്കുന്ന കൂദാശയും വിശുദ്ധ കുർബാന തന്നെയാണ്. പരിശുദ്ധ പിതാവ് അതൊരു ഉദാഹരണത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അത് എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തലന്മാരുടെ കാര്യം, ശിഷ്യരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ മരണശേഷം 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് യാത്ര പുറപ്പെടുന്ന കാര്യം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ജെറുസലമിലേക്ക് എമ്മാവൂസിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവരുടെ മുഖം ദുഃഖപൂരിതമായിരുന്നു, മനസ്സിലും ദുഃഖമുണ്ടായിരുന്നു. വിഷാദിക്കുന്ന മനസ്സോടും ഹൃദയത്തോടും കൂടിയാണ് അവർ യാത്ര പോയത്. കാരണം അവരേറെ സ്നേഹിച്ചിരുന്ന കർത്താവായ ഈശോ വധിക്കപ്പെട്ടു. അവരതേപ്പറ്റി പറഞ്ഞു പോകുമ്പോഴാണല്ലോ മൂന്നാമതൊരു വ്യക്തി അവരുടെ കൂടെ കൂടുന്നത്. ആ വ്യക്തി ആരായിരുന്നെന്ന് അവർക്കറിഞ്ഞുകൂടാ, പക്ഷെ നമുക്കറിയാം അത് കർത്താവായ ഈശോയാണ്. ഈശോ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചു പോകുന്നത്? അവരുടെ പ്രത്യുത്തരം മറുപടി എന്തായിരുന്നു? നിങ്ങൾ ഈ പ്രദേശത്തുകാരനല്ലയോ? ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിഞ്ഞുകൂടെയോ? അപ്പോൾ ഈശോ ചോദിക്കും, ഏത് കാര്യങ്ങളാണ്? അവർ ഈശോയെ പറ്റി അവർക്കറിയാവുന്ന എല്ലാവരും പറയും. ഈശോ പിറന്നതും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും അവർ ഈശോയെ രക്ഷകനായി കണ്ടതും അവർ സകല പ്രതീക്ഷയും ഈശോയിൽ വെച്ചതും എല്ലാ കാര്യങ്ങളും അവർ പറയും. ഈശോ വധിക്കപ്പെട്ടുവെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിശയിപ്പിച്ചത്? അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. അതവർക്ക് ബോധ്യമില്ല, അതേപ്പറ്റി അവർക്ക് അവബോധമില്ല. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. അവരുടെ സുവിശേഷ പ്രഘോഷണമാണ്. പക്ഷേ ഉത്ഥാനത്തെപ്പറ്റി അവർക്കൊന്നും പറയാനില്ല. ഉത്ഥാനത്തെപ്പറ്റി പറയാത്ത എവാഞ്ചലൈസേഷൻ പ്രയോജനരഹിതമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ അവരോട് പ്രവാചക വചനങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ്. ഈശോ മരിക്കുന്നത് ന്യായമായിരുന്നു എന്ന് പറയുകയാണ്. അവൻ മരിച്ച എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞും പഠിപ്പിച്ചും ചർച്ച ചെയ്തു അവർ എമ്മാവൂസ് ചെല്ലുകയാണ്. അപ്പോൾ ഈശോ മുന്നോട്ട് പോകാൻ ഭാവിച്ചു എന്നാണല്ലോ തിരുവചനം പറയുന്നത്. അത് ഈശോ ബോധപൂർവം ചെയ്തായിരിക്കും മുന്നോട്ട് പോകാൻ. അപ്പോഴാണ് ആ 2 ശിഷ്യന്മാരും ക്ലയോഫാസും കൂട്ടുകാരനും ഈശോയോട് പറയുക, നാഥ, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിച്ചാലും. അത് കേൾക്കേണ്ട മാത്രമേ ഈശോ അവരുടെ കൂടെ വസിക്കാൻ കയറിയാണ്. അവർ ചെന്ന തിരുവചനം പറയുന്ന ഈശോയ്ക്ക് വേണ്ടി അത്താഴം ഒരുക്കി എന്ന് പറഞ്ഞാൽ അവർ ഉടനെ ഭക്ഷണം ഉണ്ടാക്കിയെന്നല്ല. അവർ യാത്രയെ കരുതിയിരുന്ന ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് ചൂടാക്കി അവിടെ വെച്ച് കാണും. അവർ മൂവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഈശോ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്തു. എന്താണത്? അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു. ഒരു വിശുദ്ധ ബലിയർപ്പണമായിരുന്നു അത്. ഒരു പക്ഷേ 2ാമത്തെ ബലിയർപ്പണം. അപ്പോൾ തിരുവചനം പറയുകയാണ്, അവരുടെ കണ്ണുകൾ തുറന്നു, അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് സമീപസ്ഥനായ കർത്താവായ ഈശോയെ കാണുവാൻ വേണ്ടി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുന്ന കൂദാശ വിശുദ്ധ കുർബാനയാണ്. ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഈ അപ്പത്തിലേക്ക് നോക്കുമ്പോൾ ആ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, ആ അപ്പം യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ്. ആ അപ്പം ഈശോയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ ഈശോയെ കണ്ടെത്തുവാൻ, തിരിച്ചറിയുവാൻ അപ്പം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾ തുറന്നു തരുന്നു, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ. മാത്രമല്ല, അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈശോ ആണെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായി. പക്ഷെ ഉടനെ അവിടുന്ന് അപ്രത്യക്ഷനായി. കർത്താവിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. കുർബാന എവിടെയുണ്ടോ അവിടെ സഭയുണ്ട്.
അവിടെ ഈശോയുണ്ട്. ഈശോയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കണ്ണുകൾ ഈശോ വിശുദ്ധ കുർബാനയോട് തുറക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ആവശ്യപ്പെടുകയാണ്. ഈ വലിയ രഹസ്യത്തെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി നമ്മൾ സമീപിക്കേണ്ടത്. നമ്മളെ പ്രതി ക്രൂശിതനായ യേശുവിൻ്റെ സ്നേഹം ഓർത്തുകൊണ്ട് വേണം ബലിയിൽ പങ്കെടുക്കുവാൻ. നമ്മളെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണെന്ന് കരുതിക്കൊണ്ട് ഈ ഒന്നിപ്പിക്കുന്ന ശക്തിയിൽ പങ്കെടുത്ത് നമുക്കും യേശുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായി തീരാം. അംഗങ്ങളെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള കൃപയും ശക്തിയും കരുത്തും നമുക്ക് തരുന്നതും വിശുദ്ധ കുർബാന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനക്രമത്തെ പറ്റിയുള്ള പ്രമാണ രേഖയിലെ 10-ാം നമ്പറിൽ പറയുന്നത് വിശുദ്ധ കുർബാന നമ്മുടെ സഭാത്മക ജീവിതത്തിൻ്റെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചയുമാണ്. സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുർബാനയിൽ ആ ഒരു ഐക്യത്തോട്, ആ ബോധ്യത്തോടുകൂടി പങ്കെടുക്കാൻ കഴിയണം. നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കണമേ, ഈശോയെ തിരിച്ചറിയാൻ നമ്മൾ സഹായിക്കണമേ എന്നും നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ മാത്രമല്ല, ഓരോ വ്യക്തിയിലും ഈശോയുണ്ട്. നമ്മൾ കുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടവകളിൽ വർത്തിക്കുമ്പോഴൊക്കെ എന്നിൽ വസിക്കുന്ന കർത്താവായ ഈശോ മറ്റുള്ളവരിൽ വസിക്കുന്നുണ്ടെന്ന ചിന്തയും നമുക്ക് തരുന്ന വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലൂടെ തന്നെ നമുക്ക് തന്ന ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ജോലികൾ തുടങ്ങുവാൻ പ്രത്യേകമാവിധം വിളിക്കപ്പെട്ട നമ്മൾക്ക് അതിനുള്ള ശക്തിയും കൃപയും കർത്താവ് തരുന്നുണ്ട്. അനുദിനം വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി നമുക്ക് ബലിയിൽ പങ്കുചേരാം. ഈ ബലിയിൽ കിട്ടുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോയുടെ പ്രേക്ഷിതരാകാനുള്ള കൃപ തരണമെന്ന് കൂടി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് നല്ല ദിവസം, നല്ല പ്രാർത്ഥന, നല്ല ആരാധന ആശംസിക്കുന്നു. പരസ്പരം ആരാധിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ബലപ്പെടാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും. ഇന്നീ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നമ്മോട് കൂടെ വസിക്കാൻ, നമ്മെ ഓരോരുത്തരെയും ഒന്നിപ്പിക്കാൻ വിശുദ്ധ കുർബാനയായി തീർന്ന ആ ദൈവം ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ നടന്ന് വഴി നടത്തിയവൻ നമ്മെയും അനുദിനം വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ മുൻപിൽ ലോകം മുഴുവനെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ആരാധനാക്രമ മത്സരത്തിലെ അതിപ്രധാനമായ നോമ്പ് കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പരിത്രാണത്തിനായി ലോകരക്ഷകനായ മിശിഹാ നിർവഹിച്ച രക്ഷാകര കർമ്മങ്ങളിൽ ധ്യാനനിരതരാകുന്ന കാലഘട്ടം. ലോകമെമ്പുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ സമൂഹത്തോട് ഒരുമിച്ച് 50 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും സൽപ്രവൃത്തികളുടേതുമായ കാലഘട്ടം. അവിടുത്തെ തിരുമുൻപിൽ നാം ആയിരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ കഴിഞ്ഞ വർഷക്കാലം വന്നുപോയ വീഴ്ചകളും തളർച്ചകളും ബലഹീനതകളും ഒക്കെ തിരുത്തി ദൈവവുമായി, സഹോദരങ്ങളുമായി കൂടുതൽ ആഴപ്പെട്ട സ്നേഹബന്ധത്തിലേക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന കാലഘട്ടം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അവിടുത്തെ തിരുമുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, അങ്ങ് നടന്നു നീങ്ങിയ കുരിശിന്റെ വഴിയിലൂടെ ആത്മനാ ഞങ്ങളും പങ്കുചേരുമ്പോൾ ആ കുരിശിന്റെ പാതയിൽ അങ്ങ് ചിന്തിയ രക്തത്തുള്ളികളാൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയും, മാതാപിതാക്കളെയും, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും
കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലിത്തൊഴുത്തിലെ കച്ചിക്കിടക്ക മുതൽ കാൽവരിക്കുന്നിയിലെ കുരിശിൻ ചുവട് വരെ അവിടുത്തെ ചേർന്നനുഗമിച്ച വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. ആഴിയേക്കാൾ ആഴമുള്ള കാരുണ്യത്തിന്റെ ഉറവിടമായി ഇരുളിൽ തപ്പിത്തടയുന്ന തൻ്റെ മക്കൾക്ക് പൊൻവെളിച്ചമായി സ്നേഹസമ്മാനമായി ദൈവം നൽകിയ അമ്മ. ദൈവത്തിനു മുൻപിൽ അവൾ തലകുനിച്ചപ്പോൾ രക്ഷയുടെ കവാടം തുറക്കപ്പെട്ടു. ജീവന്റെ ഉറവ കവിഞ്ഞൊഴുകി. അവളുടെ സാന്നിധ്യം എലിസബത്തിനെ അനുഗ്രഹീതയാക്കി. അവളുടെ കുഞ്ഞിനെ ആത്മാവിനാൽ നിറച്ചു. കാനായിൽ അപമാനഭാരത്താൽ പേറുന്ന കുടുംബത്തിൽ അമ്മയുടെ കടന്നുവരവ് അത്ഭുതത്തിന്റെ വിവാഹവിരുന്നിന് വേദിയൊരുക്കി. കുരിശിലെ കഠിനവേദനയിൽ ഇതാ നിന്റെ അമ്മ എന്ന ഒറ്റ വാക്കാൽ തനിക്കുള്ള ഏക സമ്പത്തായ പരിശുദ്ധ അമ്മയെ സകല ജനതകൾക്കും ദാനമായി അവിടുന്ന് നൽകി. ആ മാതൃഹൃദയം നമ്മെ ഏറ്റെടുത്തു. ഈ നോമ്പുകാലത്തിൽ ഈശോയുടെ പീഡാനുഭവ കുരിശുയാത്രയിലൂടെ ആത്മനാ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് കടന്നു പോകാം. കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ സഹനം വരുമ്പോൾ ഓടി ഒളിക്കുന്നവളല്ല, പകരം ഒപ്പിയെടുക്കുന്നവളാണ്. സഹിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവളാണ്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെ, തിരുസഭയെ, തിരുസഭാധികാരികളെ, സിറോ മലബാർ സഭയെ, നമ്മുടെ തലശ്ശേരി അതിരൂപതയെ, രൂപതയെ നയിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ, നമ്മുടെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഓരോ ഇടവകയെയും, ഇടവകയിലെ ഓരോ അമ്മമാരെയും, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏറ്റവും ശക്തമായ ജപമാല പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൽ നമുക്കും പങ്കുചേരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടി നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടി നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടി നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടി നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടി നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും.
എപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. ബാബായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണിത്. ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിത നിയോഗങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാതെ നമ്മോട് കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യം, ജീവിതത്തിലെ വീഴ്ചകളിലും പ്രതിസന്ധികളിലും ഒറ്റപ്പെടലുകളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം നമ്മെ ചേർത്ത് പിടിക്കുന്ന ദിവ്യകാരുണ്യേശോ, ആ ദിവ്യകാരുണ്യേശോയെ നമുക്ക് ഭക്തിയോടെ നോക്കാം. സ്നേഹത്തോടെ നമ്മുടെ കണ്ണുകൾ ഉയർത്തി ആ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് നോക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. ഈ നിമിഷം ഈ ലോകം മുഴുവനെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒന്നു ചേർന്ന് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഇടവക സമൂഹത്തെ സമർപ്പിക്കുന്നു. ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സമർപ്പിക്കുന്നു. ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ പഠന മേഖലകളെ സമർപ്പിക്കുകയാണ്. പരീക്ഷയോടടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അവരോരോരുത്തരിലേക്കും അങ്ങയുടെ ജ്ഞാനവും ബുദ്ധിയും അറിവും അങ്ങ് ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കുടുംബ സാഹചര്യങ്ങളെയും ദൈവമേ അങ്ങയോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു. തിരുസഭയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് ഈ നിമിഷം ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കാം. ആശീർവദിച്ചനുഗ്രഹിക്കുന്ന ആ ദിവ്യകാരുണ്യനാഥൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാ